ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൊടും കാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രാപൗർണമിക്ക് മാത്രമേ തുറക്കുകയുള്ളൂ എന്നതുതന്നെയാണ്. സാമർഥ്യവും പാതിവൃത്യവും ഭാരത സ്ത്രീകളുടെ മുഖമുദ്രയാണ് എന്ന് തെളിയിച്ച ധീരവനിത. തൻ്റെ സ്ത്രീത്വവും അഭിമാനവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ മധുരാനഗരം ചുട്ടരിച്ച വീരനായിക കണ്ണകിയുടെ ക്ഷേത്രം. ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായി കൊടും വനത്തിൽ ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രം. കണ്ണകിയുടെ കഥയുമായി ബന്ധിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ കണ്ണകി മധുരയിൽ നിന്നും ആദ്യം എത്തിയതും കണ്ണകിക്കായി ആദ്യ ക്ഷേത്രം നിർമ്മിച്ചതും ഈ മലമുകളിൽ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവബഹുലമായ ഒരു ചരിത്രം. ജീപ്പിൽ നിന്നിറങ്ങി അല്പദൂരം നടക്കണം. ദർശനത്തിനുള്ള നീണ്ട ക്യൂ കണ്ടതോടെ പുറത്തുനിന്ന് തൊഴുതാൽ മതി എന്ന് തന്നെ തീരുമാനിച്ചു. ചരിത്രവും ഐതിഹ്യവും ഒത്തുചേരുന്ന മനോഹരമായ കാഴ്ചകളാണ് മംഗളാദേവി കാത്തുവച്ചിരിക്കുന്നത്. ഘോര വനാന്തരത്തിൽ പുൽമേടുകൾ മാത്രമായുള്ള മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കുന്നിൽ കരിങ്കല്ല് കഷ്ണങ്ങളാക്കി അടുക്കി വെച്ചുള്ള ഒരു സംഘകാല നിർമ്മിതി. കിഴക്ക് ഭാഗം പൂർണ്ണമായും വനമാണ്. 2 പ്രവേശന കവാടങ്ങളുള്ളതിൽ ഒരെണ്ണം ഉപയോഗശൂന്യമായ രീതിയിലാണ്. ക്ഷേത്രത്തിലേക്കുള്ള ചുറ്റുമതിലുകളും പടവുകളും കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓഫ് റോഡ് വണ്ടികൾ പോലും ശ്രമകരമായി കയറി വരുന്ന ഈ പ്രദേശത്ത് അന്നത്തെ കാലത്ത് ഇത്രയും കൂറ്റൻ കല്ലുകൾ ഈ മലമുകളിൽ എത്തിച്ച് എങ്ങനെ ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയെന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ആകർഷണം 4 തൂണുകളാണ്. 10 അടിയോളം ഉയരത്തിൽ ചതുരാകൃതിയിലുള്ള കരിങ്കൽ തൂണുകൾ. ഇവിടെ ആയിരുന്നിരിക്കാം അന്നത്തെ പ്രധാന പ്രവേശന കവാടം ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് ചെന്നാൽ കരിങ്കല്ലിൽ നിർമ്മിച്ച 4 ശ്രീകോവിലുകളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് പൂജകൾ നടക്കുന്നത്. പ്രധാന ശ്രീകോവിലിൽ ശിവനെയും മറ്റേ ശ്രീകോവിലിൽ മംഗളാദേവിയെയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ഗണപതി, കറുപ്പസ്വാമി, അങ്കാളേശ്വരി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും മധുരയിലേക്ക് നീളുന്ന ഒരു തുരങ്ക പാതയുമുണ്ടെന്ന് പറയുന്നു. അതിപ്പോൾ കല്ലും മണ്ണുമൊക്കെ വീണ് അടഞ്ഞുപോയ നിലയിലുമാണ്. മംഗളാദേവിയുടെ ശ്രീകോവിലിൽ വിഗ്രഹമില്ലാത്തതുകൊണ്ട് കമ്പത്തു നിന്നും എല്ലാ വർഷവും മറ്റൊരു വിഗ്രഹം കൊണ്ടുവന്നാണ് അന്നേ ദിവസം പൂജകൾ നടത്തുന്നത്. ധാരാളം കൊത്തുപണികളും പുറമതിലിൽ ചില ശിലാലിഖിതങ്ങളുമൊക്കെ കാണാൻ കഴിയും. ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ 2 ലിഖിതങ്ങളിൽ ഒന്നിൽ 11-ാം നൂറ്റാണ്ടിലെ രാജരാജ ചോളനെയും 13-ാം നൂറ്റാണ്ടിലെ കുലശേഖര പാണ്ഡ്യനെയും കുറിച്ചുള്ളതാണ്. 2ാമത്തെ ലിഖിതത്തിൽ ഈ ക്ഷേത്രത്തിലെ അമ്മൻ പൂരനഗരി ആളുടയ നാച്ചിയാർ എന്നുമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മംഗളാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ലിഖിതം ഗൂഢല്ലൂരിലെ ഒരു പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തതായും പറയുന്നു. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൽ കണ്ണകിയെ മംഗളമടന്തൈ എന്ന് പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണിത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പൊങ്കാല ഇവിടെയും കാണാം. പക്ഷേ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അവരവർ തന്നെ കൊണ്ടുപോകണം. പിന്നെ സ്ത്രീകൾ താലി പൂജിക്കുന്നതും പ്രധാനമാണ്. കാടും മേടും കടന്ന് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഗതകാല സ്മരണകൾ അയവിറക്കി കിടക്കുന്ന കുറേ ക്ഷേത്രാവശിഷ്ടങ്ങളാണ്. ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഗോപുരവാതിലുകളും ചുറ്റമ്പലവും അഷ്ടദിക്പാലകരും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. താഴവശത്തായി ഏതു വേനലിലും വറ്റാത്ത ഒരു ചെറിയ കുളവുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കരിങ്കല്ലിൽ കൊത്തിവെച്ച ഒട്ടേറെ അമൂല്യ ശില്പങ്ങളും കാലത്തെ അതിജീവിച്ച് ഇവിടെ അവശേഷിക്കുന്നു. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ചില കെട്ടിടങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഈ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. സംഘകാല നിർമ്മിതിയുടെ കരുത്തുറ്റ കരിങ്കൽ കൊട്ടാരങ്ങളിലൊന്നാണിത്. ഒരു കോട്ടയുടെ ഭദ്രമായ ചുറ്റുമതിലുകൾ, കവാടങ്ങൾ, ഒളിവിടങ്ങൾ, തുരങ്കങ്ങൾ, ഒപ്പം ക്ഷേത്രവും. പ്രതിരോധത്തിലൂന്നിയ നിർമ്മാണം.